അഡ്വക്കേറ്റ് മനോജ്, ഇത് ഈ രാഷ്ട്രീയ അസഹിഷ്ണുതയാണ്. ഇത് നടപ്പാക്കുമ്പോഴുള്ള ഒരു ജാള്യത. കഴിഞ്ഞ 3 കൊല്ലമായി ഇതിനെതിരെ നിങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയായിരുന്നല്ലോ. ഇതൊരു തരത്തിലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കൊക്കെ വൻതോതിൽ മാർച്ച് നടത്തുകയും ഇത് വേണമെന്നാവശ്യപ്പെട്ട ABVP പ്രവർത്തകരെ, EU ഈശ്വരപ്രസാദിനെ പോലുള്ള പ്രവർത്തകരെ വളഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആക്രമിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ഒരു ജാള്യത കൊണ്ടല്ലേ CPIയോട് പോലും നിങ്ങൾക്ക് ഈ കാര്യം പറയാൻ പറ്റാതിരുന്നത്? മനോജ്. അല്ല, അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതം എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. 2025 പട്ടിണി സൂചികയുടെ കണക്ക്, ലോക പട്ടിണി സൂചിയുടെ കണക്ക് അദ്ദേഹം ഒന്ന് നോക്കണം. 141 രാജ്യങ്ങളിൽ 114ാമത് സ്ഥാനത്ത് വിധേയമാക്കണം. പറയട്ടെ, ഞാൻ ഏജൻസിയാണ് കേന്ദ്ര സർക്കാരിന്റെ ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ സാധനം ഹാപ്പിനെസ് ഇൻഡെക്സ് നിങ്ങൾ പരിശോധിക്കണം. ഹാപ്പിനെസ് ഇൻഡെക്സ് ലോകത്തിലെ എത്രയോ താഴെയാണ് രാജ്യം. അപ്പോൾ പട്ടിണി സൂചികയിലും ഹാപ്പിനെസ് ഇൻഡെക്സിലുമൊക്കെ ഏറ്റവും അധികം താഴെ നിൽക്കുന്ന ഒരു രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് ഈ പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയാമെന്നതിനപ്പുറം എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടം? പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഭാരതത്തിന്റെ താഴെയാണെന്നാണ് പറയുന്നത്. അല്ല, ഭാരതം അവരെക്കാൾ താഴെ നിൽക്കുന്നു എന്നാണ് ഇൻഡെക്സ് ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെയും BJPയുടെ സർക്കാരിൻ്റെയും അല്പത്തരത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെക്കാൻ വേണ്ടി PMAY പദ്ധതിയിൽ 75,000 കൊടുക്കുന്നു. കേരളം 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് എന്താ പറയുന്നത്? ഞങ്ങളതിൻ്റെ പൈസ തരണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ പടവും ഇതും വെക്കണം. കേരളം എതിർത്തില്ലേ? എവിടെ എതിർക്കാത്തത്? അപ്പം PMAY പദ്ധതി എന്ന ഏത് പദ്ധതിക്കും പേരിട്ട്, ഇപ്പോൾ കേരളത്തിൽ തന്നെ PMAY പദ്ധതി, കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെ PMAY പദ്ധതി ഒരുപാടുണ്ടല്ലോ. PMKSY ഉണ്ട്, PM കിസാൻ ഉണ്ട്, PM ഫസൽ ഭീം യോജനയുണ്ട്. ഇങ്ങനെ കുറേ പദ്ധതികൾ കൃഷി വകുപ്പിന് കീഴിൽ തന്നെ PM എന്ന് തുടങ്ങുന്നുണ്ട്. അത് PM ശ്രീ മാത്രമല്ല PM തുടങ്ങുന്നത്. അപ്പം സർവശിക്ഷ അഭിയാൻ്റെ പേരിൽ അഡീഷണലായിട്ടൊരു പേര് പരിവർത്തനപ്പെടുത്തി SSKയുടെ ലഭിക്കേണ്ട പൈസയെ തടഞ്ഞു വെക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ 2021-24 മാത്രം 188 കോടി രൂപ തടഞ്ഞു വെച്ചു. 24-25 513 കോടി രൂപ തടഞ്ഞു വെച്ചു. 2025-26 നമുക്ക് കിട്ടേണ്ട 456 കോടി രൂപയുടെ തടഞ്ഞു വെച്ചു. ആകെ 1158 കോടി രൂപ, 13 ലക്ഷം രൂപ ഫണ്ടാണ് ഇതിനോടകം കേരളത്തിന് ലഭിക്കേണ്ട വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട പൈസ തടഞ്ഞു വെച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേരളം വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി പാഠപുസ്തകത്തിൽ NCERT പാഠപുസ്തകത്തിൽ വരുത്തിയ മുഴുവൻ മാറ്റങ്ങളെയും കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരളം പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഈ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കേരളത്തിന് അക്കാര്യത്തിൽ നിലപാടിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന, ഇപ്പോൾ GST വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാൻ അവകാശമില്ലല്ലോ. ഇത് ഏതാണ്ട് ആരോ ഔദാര്യം തരുന്ന പോലാണ് പറയുന്നത്. ഞാൻ 100 രൂപയുടെ ഒരു സാധനം ഒരു കടയിൽ പോയി വാങ്ങിച്ചാൽ ഞാൻ 18.5 രൂപ സർക്കാരിനാണ് കൊടുക്കുന്നത്. ആ 18.5 രൂപ കൊടുക്കുന്നതിൽ 60% GST വിഹിതം പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് വാങ്ങിക്കൊണ്ട് പോകുന്ന വിഹിതത്തിൽ വിവിധ മേഖലകളിലേക്ക് തരേണ്ട പൈസ തരാതെ വയ്ക്കുമ്പോൾ ആ പൈസ തരണം എന്ന് പറയുന്നതിന് സാങ്കേതികത്വം പറയുന്നു. അത് ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കാൻ പാടില്ല. ആ നിഷേധിക്കുന്നതിനെതിരായുള്ള നിലപാട് സാങ്കേതികത്വത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് സ്വീകരിച്ചത്. അല്ലാതെ കായികവൽക്കരണത്തിനോടൊപ്പം നേരുന്നു എന്ന ആ വ്യാഖ്യാനം നടത്തി. സംസ്ഥാന സർക്കാരുകൾ അനുവർത്തിക്കേണ്ട ചില കീഴ്വഴക്കങ്ങളൊക്കെയുണ്ട്. ചില പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രാവർത്തികമാക്കുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കേരളത്തിന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടോ UPക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടോ അത്തരത്തിലൊരു വിവേചനമൊന്നുമില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്. അപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ പദ്ധതികളുടെ MOUകളിൽ ഒപ്പിടാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഫണ്ടുകൾ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മുടെ വിഷയം
വിഷയം NEP ആയതുകൊണ്ട് തന്നെ NEP ആദ്യഘട്ടത്തിൽ 2022 ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നടപ്പാക്കുന്ന സമയത്ത് ഈ പരിശീലന പരിപാടിയിലൊക്കെ പങ്കെടുത്ത അരുൺ മോഹൻ എന്ന് പറയുന്ന അധ്യാപകൻ നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ പറയുന്ന കാവ്യവൽക്കരണം ഇതാണല്ലോ ഈ പദ്ധതിയെ നഖശിഖാന്തം എതിർക്കുന്നതിന് പിന്നിലെ ഘടകമെന്ന് പറയുന്നത്. അവിടെ എവിടെയെങ്കിലും കാവ്യവൽക്കരണത്തിന്റെ ഏതെങ്കിലും ഒരു അംശം എവിടെയെങ്കിലും കാണാനായിട്ടുണ്ടോ എന്ന് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. അരുൺ മോഹൻ, താങ്കളുടെ ഇക്കാര്യത്തിലെ അനുഭവം എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ചർച്ചകളിലോ അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സുകളിലോ എവിടെയെങ്കിലും ഈ തരത്തില് സബ്ജക്ട് വൈസ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. അത് വളരെ ശരിയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചവരൊക്കെ പറഞ്ഞു. ഈ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഈ അക്കാഡമിക് കൗൺസിൽ തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് അവിടെ. അതല്ലാതെ ആരെങ്കിലും നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് വായിച്ചു കൂടുതൽ മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ SSA റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. അത് ലോ ഓഫ് ലാൻഡ് ആണ്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ SSAയുടെ ഫണ്ട് പിടിച്ചു വെച്ചു, തടഞ്ഞു വെച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അഥവാ അത് പൊളിറ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നെങ്കിൽ കൃത്യമായിട്ട് കോടതിയെ സമീപിക്കാം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായം ഞാൻ കേട്ടതനുസരിച്ച്, മാധ്യമങ്ങളോട് മനസ്സിലാക്കിയതനുസരിച്ച് ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും. ഈ ഫണ്ട് കിട്ടാത്തത് എന്തു വന്നാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവെക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. നിയമപരമായി നേരിടാനാണെങ്കിൽ നിയമപരമായി നേരിടാം. അക്കാഡമിക് കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താം. സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും അത് ഈ സ്റ്റേറ്റിന് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചില മുൻവിധിയോടുകൂടി ഉള്ള സമീപനമാണ് കേരളത്തെ സംബന്ധിച്ച് വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് BJPയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് അത് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖലയില് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് SFI പോലുള്ള സംഘടനകളൊക്കെ ഈ തരത്തിൽ പറയുന്നിട്ട് ഈ കാവ്യവൽക്കരണത്തെ ഞങ്ങൾ എതിർക്കും, പക്ഷെ PM ശ്രീയിൽ ഒപ്പുവെക്കും. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ അച്ഛനെ അംഗീകരിക്കാം, അമ്മയുടെ ഭർത്താവിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരു നാടൻ ശൈലിയിൽ പറയാറുണ്ട്. എന്താണ് ഇവർ അംഗീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PM ശ്രീയെ എതിർക്കും, ഞങ്ങളെ നയങ്ങളെ ശക്തമായി എതിർക്കും, പക്ഷെ ഞങ്ങൾ അതിൽ ഒപ്പുവെക്കും. ഈ കാര്യം അവരുടെ കൂടെ നിൽക്കുന്ന CPI പോലും ബോധിപ്പിക്കാൻ സാധിക്കാത്തടത്ത് ചർച്ചയിൽ അതെങ്ങനെ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം വരെയും ഇടഞ്ഞു നിൽക്കുന്ന CPI, നിങ്ങളൊരു കാര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മുന്നണിയിൽ ചർച്ച ചെയ്യുന്ന പതിവ് ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനത്തിന് പേരങ്ങനെയുള്ള സാധനം പൊതുവെ പറയാറില്ല. ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനത്തിന് അങ്ങനെ ഒരു കാര്യമില്ലേ? ഇപ്പം ഈ കരട് അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ അത് കാവ്യവൽക്കരണമാണ്. ഇന്ന കാര്യങ്ങളിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ഇന്ന കാര്യങ്ങളിൽ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ RSSന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സംഘാഷ്ടകമോ ഇത്തരം കാര്യങ്ങൾ, ഏകാത്മതാ സ്തോത്രം ഇതാ കടന്നു വരുന്നു. ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ചേർന്നതല്ല. അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇത് കാളടച്ച് വെടിവെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എങ്ങനെയാണ് കാവ്യവൽക്കരണമാണെന്ന് ഒന്ന് പറഞ്ഞു തരണം ഈ എതിർക്കുന്ന പ്രതിനിധികൾ. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് നമ്മൾ എല്ലാ കാലത്തും പഠിച്ചിട്ടുള്ളത്, ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈകളിൽ വളരെ പെട്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ അതിനെ കുറ്റം പറഞ്ഞതല്ല. ഇങ്ങനെയൊക്കെ വരുന്നതിന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിവേകാനന്ദ സ്വാമികളുടെ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിപുണത എന്താണോ അതിനെ കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം. അതിന് സ്വാഭാവികമായിട്ടും ഒരു പരിശീലനം അധ്യാപകന് നൽകേണ്ടതായിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് എന്റെ വിദ്യാലയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ മാത്രമാണ് സ്മാർട്ട് ബോർഡ് ഉള്ളത്. നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം എല്ലാം എയ്ഡഡ് മേഖലയിലും ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ എത്രയോ കാലം മുമ്പ് തൊട്ടേ ഈ സ്മാർട്ട് ക്ലാസ് റൂമാണ്. എത്ര സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഞാൻ അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പൊളിറ്റിക്സ് നമുക്ക് വിടാം. ഈ എത്ര ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു കണക്കെടുപ്പ് നമ്മൾ പരിശോധിച്ച് നോക്കാം. കേരളത്തിൽ 1100 വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതിലെ 850 വിദ്യാലയങ്ങളും എന്താണ് ഗവൺമെന്റ് വിദ്യാലയങ്ങൾ. നമ്മൾ ഇത് PM ശ്രീയുടെ പണം ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇതൊക്കെ കേരളത്തിൽ മുമ്പ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണെന്ന് പറയുന്ന
പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ കണക്കനുസരിച്ച് 1100 വിദ്യാലയങ്ങളിലെ 880 സർക്കാർ വിദ്യാലയങ്ങൾ. അത് ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ചില സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയും അത് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഇലക്ട്രിസിറ്റി, പുതിയ കെട്ടിടം പണിതെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി KSEBിയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആവും. KSEB എന്ന് പറയുന്ന ബോർഡ് ഈ പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണല്ലോ. അപ്പൊ നിസ്സാരമായി പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സാധിക്കാത്ത ഉദാസീനത കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്മാർട്ട് ക്ലാസ്സും ആക്റ്റീവായ ക്ലാസ്സും എത്ര ഉണ്ടെന്ന് ഈ മാധ്യമ പ്രവർത്തകർ ഒരു കണക്ക് നിങ്ങളൊരു വിവരാശം വെച്ച് നോക്കൂ. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് എന്റെ വിദ്യാലയത്തിന് ഞാൻ പറയുന്നല്ലോ ഒരു സ്മാർട്ട് ബോർഡ്, ഈ സ്മാർട്ട് ബോർഡിന് 3-3.5 ലക്ഷം രൂപ ചെലവാണ്. സ്മാർട്ട് ബോർഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കും. എന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്. ഇപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നു. ഇപ്പൊ ഗോസ് തിയറം, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് തിയറം, ഇത് ഞാൻ ബോർഡിൽ വരച്ചിട്ട് കുട്ടിക്ക് കൊടുത്ത് പഠിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. ചോക്ക് കൊണ്ട് എഴുതി കൊടുത്ത് ഡസ്റ്റർ കൊണ്ട് തൂക്കുന്ന കാലം കഴിഞ്ഞു. അവിടെ നമ്മൾ നേരിട്ട് വോയിസ് മെസ്സേജ് വഴി സാധാരണ നമുക്ക് അറിയാമല്ലോ നമ്മുടെ മുഴുവൻ ടെക്നോളജികളും ഇത് അധ്യാപകരോട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പല അറിവില്ലാത്ത പല കാര്യങ്ങളും പഠിക്കാൻ ഞാനൊരു പരിശ്രമം നടത്തി. ഇതിനെയാണല്ലോ നാം മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതിന് റിലേറ്റഡ് ആയ ഡയഗ്രാംസ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് അവിടേക്ക് വരുന്നു. കുട്ടിക്ക് ഇത് നേരിട്ട് കണ്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും അവർ പഠിപ്പിക്കുന്ന സിലബസില് അതിന്റെ കരിക്കുലത്തിലൊക്കെ സമഗ്രമായ ഒരു മാറ്റം വരുത്താൻ സാമ്പത്തിക ആവശ്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു സ്മാർട്ട് ബോർഡിന്റെ വില 3-3.5 ലക്ഷം രൂപയാണ്. എല്ലാ ക്ലാസ് റൂമുകളിലും സ്മാർട്ട് ബോർഡ് വാങ്ങിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചോളം ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അതിന് പണം വേണം, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പണം വിനിയോഗിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ സാധാരണക്കാരായ മത്സ്യബന്ധന തൊഴിലാളികളുടെ കുട്ടികൾക്ക്, പാറമട തൊഴിലാളികളുടെ കുട്ടികൾക്ക്, കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഈ കുഞ്ഞുങ്ങളും ഈ നിലവാരത്തിലേക്ക് ഉയരുകയാണ്. ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് ബിനോയ് വിശ്വം, അദ്ദേഹത്തിന്റെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും ഇത്തരത്തിലൊരു വിദ്യാലയത്തിൽ പഠിച്ച ഒരു അനുഭവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പറയണം. അപ്പൊ ഇതൊന്നും ഞങ്ങളുടെ മക്കൾ സാമ്പത്തികമുള്ളവരാണ്, അവർ എവിടെയെങ്കിലും ഒക്കെ പഠിപ്പിച്ചേക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊള്ളാവുന്ന ഒരു കാര്യം കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിനെ എതിർത്തതുപോലെ, ട്രാക്ടറിനെ എതിർത്തതുപോലെ, ഏറ്റവും ആദ്യം കാൽക്കുലേറ്ററിനെ പോലും എതിർത്തതുപോലെയുള്ള നമ്മുടെ ഈ നയങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാവരും, അത് എതിർക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരും മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ പോസിറ്റീവ് സൈഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ അല്പം താമസിച്ചാണെങ്കിൽ ഒപ്പുവെക്കാൻ ഇടയായ സാഹചര്യം വളരെ നന്നായി. അതിപ്പം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ വിട്ടേക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എസ് അരുൺ മോഹൻ, ഈ നല്ല കാര്യങ്ങൾ ആദ്യമേ തന്നെ തള്ളിപ്പറയും, പിന്നെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു യു ടേൺ രീതി നമ്മൾ പല പദ്ധതികളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്.